ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗ്രീൻ എഗ് കറിയാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഒരു 1.5 സവോള വേണം, അതുപോലെ തന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി, കുറച്ച് കഷ്ണം ഇഞ്ചി, ഒരു പിടി മല്ലിയില, 3 ഏലക്ക, 2 പട്ട, 3 ഗ്രാമ്പൂ, ഒരു പച്ചമുളക്, 4 മുട്ട. ഇത്രയാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ച് ഇത് കൂട്ടവും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, സവോള ഇട്ട് കൊടുക്കുക. സവാളയുടെ കനമൊക്കെ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, കാര്യം നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല, അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കണം, ഒന്ന് വേവിച്ചെടുക്കണം. നല്ല രീതിയിലൊന്ന് വഴന്ന് വേവിച്ച് വേണം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് വേവിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലിയില ഇട്ട് കൊടുക്കുക. ഇപ്പം മല്ലിയില ഇട്ട് കൊടുത്താൽ മതി, മുമ്പാണെങ്കിൽ നന്നായിട്ട് വാടിപ്പോവും. അപ്പോൾ നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അതിനുശേഷം സെയിം പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മസാലകളെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ ഇതിനകത്തേക്ക് അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതുപോലെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം പൊടികളായിട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി തേങ്ങയുടെ 2/2 പാലാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അതും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഈ സമയത്ത് ഇതിൻ്റെ ഗ്രേവി എല്ലാം മുട്ടയുടെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കണം മുട്ടയ്ക്ക്. അതിനുശേഷം നമ്മൾ 1/4 പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ചൂടാക്കുക മാത്രമേ പാടുള്ളൂ. ജസ്റ്റ് ഒന്ന് മുട്ടയൊന്നും പൊട്ടിപ്പോകാത്ത രീതിയിലൊന്ന് വഴറ്റിയെടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ എല്ലാം നോക്കിയിട്ട് ഈ സമയത്ത് പാകത്തിന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രീൻ എഗ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക.